ആവേശകരമായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് IPLലെ 30ാമത്തെ മത്സരമായിരുന്നു നടന്നത്. ലക്നൗ സൂപ്പർ ജയൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലായിരുന്നു മത്സരം. മത്സരത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞാൽ, ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ ലക്നൌവിനെ ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു. തുടർന്ന് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ ആകട്ടെ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസാണ് നേടിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ LSGക്ക് മികച്ചൊരു തുടക്കം ലഭിച്ചില്ല. ആദ്യ ഓവറിലെ അവസാന പന്തിൽ തന്നെ മികച്ച ഫോമിലുള്ള ഐഡൻ മാർക്കത്തെ ഖലീൽ അഹമ്മദ് ക്യാച്ച് നൽകി പുറത്താക്കി. ടീമിന് ആദ്യ തിരിച്ചടി അവിടെയാണ് നേരിട്ടത്. 6 റൺസായിരുന്നു അദ്ദേഹം പുറത്താകുമ്പോൾ നേടിയത്. എന്നാൽ മധ്യനിരയിലേക്ക് വന്നാൽ മിച്ചൽ മാർഷ് 30 റൺസും ഋഷഭ് പന്ത് 63 റൺസും ആയുഷ് ബദോനി 22 റൺസും അബ്ദുൽ സമദ് 20 റൺസും നേടി ടീമിനെ മാന്യമായ ഒരു സ്കോറിലേക്ക് എത്തിച്ചു. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ബൌളിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലാ ബൌളർമാരും നന്നായി പന്തെറിഞ്ഞു. രവീന്ദ്ര ജഡേജയും പതിരാനയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇതിനു പുറമെ ഖലീൽ അഹമ്മദും അൻഷുൽ കംബോജും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. തുടർന്ന് LSG ഉയർത്തിയ 167 റൺസിന്റെ വിജയലക്ഷ്യം 19.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ CSK മറികടക്കുകയായിരുന്നു. ഷർദുൽ താക്കൂർ എറിഞ്ഞ 19ാമത്തെ ഓവറിലാണ് കാര്യങ്ങളൊക്കെ ലക്നൌവിന് കൈവിട്ടു പോയത്. ആദ്യ 2 പന്തിൽ തന്നെ ഒരു 4ഉം ഒരു 6ഉം വന്നപ്പോൾ തന്നെ മത്സരം ചെന്നൈയുടെ പക്ഷത്തേക്ക് മാറിയിരുന്നു. എന്നാൽ ആ 6 ആകട്ടെ നോബോളുമായിരുന്നു. അതേ ഓവറിൽ തന്നെ ധോണിയുടെ ഒരു ക്യാച്ച് ബിഷ്ണോയി വിട്ടുകളയുകയും ചെയ്തു. അവസാന പന്തിൽ ധോണി ഒരു ബൗണ്ടറി നേടുകയും ചെയ്തു. ആ ഓവറിൽ മാത്രം അവർ വിട്ടുകൊടുത്തതാകട്ടെ 19 റൺസാണ്. പിന്നീട് അവസാന ഓവറിൽ വിജയലക്ഷ്യം 5 റൺസ് മാത്രമായിരുന്നു. ശിവൻ ദുബെ ബൗണ്ടറി നേടിയപ്പോൾ 19.3 ഓവറിൽ ചെന്നൈ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ടീമിനു വേണ്ടി ഷെയ്ഖ് റഷീദ് 27 റൺസും രജിൻ രവീന്ദ്ര 37 റൺസും നേടി. ദുബൈ 37 പന്തിൽ 43 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ വെറും 11 പന്തിൽ 26 റൺസുമായി വിജയത്തിൽ നിർണായക പങ്കാണ് മഹേന്ദ്ര സിംഗ് ധോണി നൽകിയത്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.